പലരുടെയും വാട്സപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവർ വാട്സപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾ അഥവാ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ ചെയ്തു വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വാട്സപ്പ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് വാട്സപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പലരുടെയും വാട്സപ്പ് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണവും അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിവിടെ പറയാണ്. വാട്സപ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇന്റർഫേസ് ഇതാണ്. ഈ ഇന്റർഫേസിൽ നമുക്ക് ഏറ്റവും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചാറ്റ്സുകളൊക്കെ കാണാം. പക്ഷേ നമുക്ക് ഈ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് പിന്നീട് ഒരിക്കലും കിട്ടാത്ത രീതിയിലേക്ക് വരും. അപ്പോൾ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാം അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ചേഞ്ച് നമ്പർ അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിക്കുക. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട തുരുപ്പ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ നിർബന്ധമായും നമ്മുടെ വാട്സപ്പിൽ ഓൺ ചെയ്ത് വെക്കുക. അതെന്താണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് തന്നെ വാട്സപ്പ് തന്നെ പറയുന്നുണ്ട്. അല്ലാതെ വാട്സപ്പ് നഷ്ടപ്പെട്ട് ചെയ്തതിന് ശേഷം നിങ്ങളിത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഷോ നോട്ടിഫിക്കേഷൻ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ നമ്മൾ പലരും ഓഫ് ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ഓൺ ചെയ്ത് വെക്കുക. മറ്റുള്ള ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാസ് കീ. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പാസ് കീ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളുടെ വാട്സപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാര്യം ഉണ്ടെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, ക്രിയേറ്റ് പാസ് കീ കൊടുക്കുക. നമുക്ക് ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് ലോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ സ്ക്രീൻ ലോക്ക് അതൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു പാസ് കീ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ട്. അടുത്തായിട്ട് ഇമെയിൽ അഡ്രസ്സ് വളരെ വളരെ നിർബന്ധമാണ്. കാരണം നിങ്ങളൊരു ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ അഥവാ നിങ്ങളുടെ വാട്സപ്പ് അഥവാ ഓപ്പൺ ആവുന്നില്ലെങ്കിൽ ഒരു OTP ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അത് നമുക്ക് നമ്മുടെ ഇമെയിൽ ഐഡിയിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിർബന്ധമായിട്ടൊരു ഇമെയിൽ ID കൊടുത്തേ പറ്റുള്ളൂ. ഇമെയിൽ ID കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് വരില്ല. അതിനടുത്ത് നമ്മൾ നോക്കേണ്ടത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഫോണിൻ്റെ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവിടെ നിർബന്ധമായിട്ട് പറയുന്നുണ്ട് ഫോർ എക്സ്ട്രാ സെക്യൂരിറ്റി. ഒരു ഘട്ടത്തിൽ കൂടി അടുത്ത ഘട്ടത്തിലേക്കുള്ളൊരു സെക്യൂരിറ്റി ആണെന്നാണ് ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുൻപ് ഈ പറഞ്ഞിരിക്കുന്ന 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തു വെക്കണം. എന്നിട്ട് അതിൻ്റെ പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഓർത്തും വെക്കേണ്ട അത്യാവശ്യമാണ്. ഒരു ഡയറിയിൽ എവിടെയെങ്കിലും എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്.